ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്തും ഇപ്പോൾ നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ഷൻ കുറവുള്ള ഈ ഒരു സമയത്തും അവർ നിങ്ങളെ കാണുന്നത് ഏത് രീതിയിലാണ്, അവരുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നലെ എപ്പോഴും നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ഫങ്ഷൻസൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ലല്ലോ, അതുകൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതാണ്. അപ്പോൾ വാട്സപ്പിലൊക്കെ വന്ന് കുറേ പേര് തിരക്കിയിരുന്നു, വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നുള്ളത് സോറി. അപ്പോൾ എന്താണെങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ രണ്ട് വീഡിയോസിൽ ആകെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാണാത്ത ആൾക്കാരോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സോ ആയിരിക്കാം. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നമ്പർ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ഞാൻ കമൻസ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ അത് കൊടുക്കാഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഡിസംബർ ലാസ്റ്റ് വീക്ക് 27th വരെ ഒക്കെ നമ്മൾക്ക് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്നവരും എല്ലാവരും പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരല്ലേ. അപ്പോൾ അത്രയും ഡിലേ ആവുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ നമ്പർ കൊടുക്കാതിരുന്നത്. ആ ഒരു സമയമാകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ കമൻസിൽ നമ്പർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മോളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ മെസ്സേജ് ഇട്ടാൽ മതി, കോൾ ചെയ്യേണ്ട കേട്ടോ. കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഫർമേഷനും സ്വിച്ച് വേർഡും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞത് കാരണം കുറേ പേര് അതിൻ്റെ ലിങ്ക് ചോദിച്ചപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെയും എന്തെങ്കിലും ഒക്കെ കൂടി ഇത് റിമൂവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടോയെന്ന് ആൾക്കാർ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂണിവേഴ്സലിന് എന്താ പറയുക, നമുക്ക് ആയിട്ട് ഒരുപാട് വഴികൾ നമുക്ക് തുറന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നിക്സും മാനിഫെസ്റ്റേഷൻസും അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലതല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ എന്താ പറയുക, ഭൂരിപക്ഷം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അഫർമേഷനും അല്ലെങ്കിൽ സ്വിച്ച് വേർഡും ഒന്നും കൂടാതെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന റിമൂവലിനുള്ള ടെക്നിക്സിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ്സ്. ഇതിൽ നമ്മൾ കാണുന്ന ആ ഒരു ഫസ്റ്റ് സെറ്റാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആ പാസ്റ്റിലുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സാണ്. അതുപോലെ സെക്കൻഡ് സെറ്റാണ് അവർക്കിപ്പോൾ ഈ ഒരു നിങ്ങളായിട്ടുള്ള നോ കോണ്ടാക്റ്റിനോ അല്ലെങ്കിൽ ബ്രേക്കപ്പിനോ ഒക്കെ ശേഷം അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതാണ് സെക്കൻഡ് സെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സിൽ ഇത് ഫസ്റ്റ് വന്നിരിക്കുന്ന സൺ കാർഡ്, അതുപോലെ ഹാങ്ഡ് മാൻ, പേജ് ഓഫ് വാൺസ്, 2 ഓഫ് കപ്സ്, ഇതൊക്കെയാണ് നമുക്ക് ആ ഫസ്റ്റ് റോയിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് പ്രണയം പറഞ്ഞ സമയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരല്ലാതെ വേറൊരു വ്യക്തികൾ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണണം. കാരണം അത്രയും ഒരു രീതിയിലാണ് അവർ നിങ്ങളോടത് പ്രസൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ കുറേ കാലം നിങ്ങളങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നമ്മൾ ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാവാം എന്നിലേക്ക് ഈ വ്യക്തി വന്ന് ചേർന്നത് ഒരു ദൈവനിയോഗമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ സോൾമേറ്റിനെ കുറിച്ച് അറിയണം എന്ന് പോലും ഉണ്ടാവില്ല. എങ്കിലും മറ്റാരോടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുൻപ് പ്രണയം ഉണ്ടായിട്ടുള്ള വ്യക്തികളായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവരോടൊന്നും തോന്നാത്ത ഒരു പ്രത്യേക അടുപ്പം എന്തുകൊണ്ട് ഈ വ്യക്തിയോട് തോന്നുന്നു എന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാവണം. അതായത് ഇവിടുത്തെ ഹാങ്ഡ് മാൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ അവരിലേക്ക് സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ വ്യക്തിയും, അതായത് നിങ്ങളോട് അവർ മാക്സിമം നമ്മൾ ആരോ പറയുന്ന പോലെ കാണുന്നവരുടെ മുഴുവൻ ചിലപ്പോൾ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് പറയാൻ സാധിച്ചിരിക്കും, എൻ്റെ പാർട്ട്ണർ ഇതാണ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന കുട്ടി ഇതാണെന്നൊക്കെ അവർക്ക് പറയാൻ അത്രയും ഒരു ഇംപ്രഷൻ നിങ്ങളെക്കുറിച്ച് അവർക്ക്
നിങ്ങളുടെ ഒരു പ്രണയത്തിൻ്റെയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ തുടക്ക സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാമല്ലോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രണയത്തിൻ്റെ തുടക്കം എന്നുള്ളത്. കാരണം ചില റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പ്രണയമാണെങ്കിൽ പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്തോ ഒരു മിസ്സിങ്, അല്ലെങ്കിൽ ഈ വ്യക്തി എനിക്ക് ശരിയാവില്ലല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് തുടക്കത്തിലേ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ദേഷ്യക്കാരാണല്ലോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇവിടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഈ വ്യക്തികൾക്കാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അതാണ് നമുക്ക് ഈ കാർഡ് കാണുമ്പോഴത്തേക്കും പറയാൻ പറ്റുന്നത്. അവരുടെ മനസ്സിൽ ഇതിനേക്കാളും ബെസ്റ്റ് എനിക്ക് കിട്ടാനില്ല എന്നുള്ളൊരു തോന്നലായിരിക്കണം തീർച്ചയായിട്ടും ആ ഒരു ആദ്യകാലത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളും ഇതിനപ്പുറം എന്നെ ആർക്ക് സ്നേഹിക്കാൻ കഴിയില്ല, ഇതാണ് എൻ്റെ എക്സ്ട്രീം, ഇത് തന്നെയാണ് എൻ്റെ ഇനിയുള്ള ആളെന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവണം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ആദ്യത്തെ സെറ്റ് കാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വൈബ്രേഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വൈബ്രൻ്റ് ആയിട്ട് നിങ്ങൾക്കുള്ള ഒരു എനർജീസ് ഉള്ള കാർഡ്സാണ്. അതൊരു റിലേഷൻഷിപ്പിൻ്റെ എല്ലാ സക്സസ്സും നമുക്ക് 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു സോൾമേറ്റ് കാർഡാണ്. അത്രയും ഒരു എനർജി ഉള്ളൊരു കാർഡ്സാണ് നമുക്ക് ആ കിട്ടിയിരിക്കുന്നത്. മേ ബി ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറായപ്പോലും ഇവർ നിങ്ങളെ വിടില്ലായിരുന്നു. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ചിലപ്പോൾ ഇനിയിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് വേണ്ട, ഇത് ശരിയാവില്ല എന്നൊക്കെ ചിലപ്പോൾ അവരോട് മനസ്സോടെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഇവരായിരിക്കണം നിങ്ങളെ ആ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുമ്പോൾ 7 ഓഫ് വാൺസും ലവേഴ്സും 9 ഓഫ് പെൻഡക്കിൾസും ഒക്കെയാണ്. അപ്പോൾ 7 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഒരു വഴക്ക്, ശത്രുതാ മനോഭാവം ഒക്കെ വരുന്നൊരു കാർഡാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മളെ തലയിലേറ്റി നടക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ വെച്ചിട്ടുള്ളൊരു വ്യക്തി പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് അവിടെ ഒരു ഡ്രിഫ്റ്റ് വരുമ്പോൾ ആർക്കാണെങ്കിലും അതൊരു സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് വരെ മനുഷ്യന് പോകാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷനാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി വളരെ ബോൾഡായിട്ട് നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവരുടെ ഉണ്ടായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളോടും പടപൊരുതി ജീവിച്ചു വരുമ്പോൾ ഇതുപോലെ ഇനി മുതൽ എല്ലാം ഷെയർ ചെയ്യാൻ ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളുടെ വിശ്വാസം പിടിച്ചു പറ്റി ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എത്ര ബോൾഡായിട്ടുള്ള സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ പതിയെ അവിടെ ഒന്ന് ഡിപ്പെൻഡൻ്റ് ആവാൻ തുടങ്ങും. അതായത് പുതിയൊരു വ്യക്തി വരുമ്പോൾ നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ ഒരാളായി. അപ്പം നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് അവിടെ ഒന്ന് കുറയും. ഇവർ വന്നല്ലോ അപ്പോൾ ഒന്ന് പകുത്ത് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കും, അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവരുടെ മട്ട് മാറിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന ഇതിന് വിക്റ്റിമായിട്ടുള്ള ആൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. അവർ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിപ്പോവും. അതാണ് മിക്കപ്പോഴും സംഭവിക്കുക. അപ്പോഴാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളാണല്ലോ ഇത് കാണുന്നത് വ്യൂവേഴ്സ്, അപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷനായിട്ട് റെസണേറ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ ഇവരില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ ഉണ്ണാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു ഫീലിംഗ്, ഏറ്റവും വലിയ നമുക്കുണ്ടാവുന്ന ആ ഒരു മനസ്സിൽ കുത്തുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇവരാണല്ലോ നമ്മളിതിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ വെച്ച് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളാണ് അവരുടെ ഏറ്റവും വലിയ ഡിവൈൻ എന്നും പറഞ്ഞിരുന്നിട്ട് ഇവർ പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ കാണിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു എനർജീസ് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു ചോയ്സിൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ ചോയ്സ് വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ചോയ്സ് വരുമ്പോൾ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ചോയ്സ് ഒന്നുമില്ല, എനിക്ക് ഇന്ന ആൾ മതി, ഇതാണ് എൻ്റെ എക്സ്ട്രീം നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ വർത്താനം ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചോയ്സാണ്. ചോയ്സ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്യും. ആർക്കാണ് എന്നോട് സ്നേഹം കൂടുതലുള്ളത്, അല്ലെങ്കിൽ ആരാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ഇങ്ങനെ കമ്പാരിസൺ വരുമ്പോൾ അവിടെ ഈ പറയുന്ന ആളുടെ തട്ട് പുറകിലേക്കായി പോകും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് നിങ്ങളാണ് സർവസ്വവും എന്ന് പറഞ്ഞ് നടന്ന വ്യക്തിക്ക് വേറെ ചോയ്സ് വന്നപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ ഒരു വിലയും കൊടുക്കാതെ ചവിട്ടി അരച്ച് നിങ്ങളിൽ കുറ്റവും പറഞ്ഞ് പുതിയൊരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 7 ഓഫ് വാൺസ് എന്നൊക്കെ പറയുമ്പോൾ ഡിഫെൻസീവിൻ്റെ ഒരു കാർഡും കൂടിയാണ്. അതായത് ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പോലും ഇവരെല്ലാം കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിലിടും. ആ പഴിയൊക്കെ നിങ്ങളുടെ തലയിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ്, അല്ലെങ്കിൽ നിങ്ങളൊട്ടും ഫ്രീഡം കൊടുക്കാത്ത വ്യക്തികളാണ്. ഇങ്ങനെ അത്രയും നാൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ അവർ പുകഴ്ത്തി പറഞ്ഞോ അത് മുഴുവൻ നേരെ തിരുത്തി
നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഇനി മോശമായിട്ടോ ഒന്നും ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് നിങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് അവർ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വ്യക്തി പിന്നെ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ മുഴുവൻ പോകുന്നത്. അവരുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് ലവ് പിന്നെ നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അതേപോലെ തന്നെയാണ് ഏസ് ഓഫ് വാൺസിൻ്റെ കാർഡ് എന്ന് പറയുമ്പോഴും, അതായത് ലൈഫിലെ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാണ്ട് അവർ ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യ സമയങ്ങളിൽ ചിലപ്പോൾ എവിടെ പോകണമെങ്കിലും ഒരു സെൽഫി ഇട്ട് നിങ്ങളോട് പറയുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ പിന്നീട് ഇവർക്കൊരു മാറ്റം ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്കൊരു യാതൊരു പരിഗണനയും തരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫുള്ള് കൊണ്ടുപോകുന്നത് അവരാണ്. അതായത് അവരുടെ കൺട്രോളിലായി കാര്യങ്ങൾ എന്നുള്ളതാണ് ഏസ് ഓഫ് വാൺസിൻ്റെ ഇത് മനസ്സിലാക്കി തരുന്നത്. അതായത് പിന്നീട് അവരുടെ കയ്യിലായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ചക്രം. ഇതിലെപ്പോൾ വന്ന് മിണ്ടണം, അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ മിണ്ടും, അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ മെസ്സേജ് ഇടും, അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ കാണാൻ വരും എന്നുള്ളൊരു രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള റീഡിങ്സ് ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലെയുള്ള റീഡിങ്സ് വരുമ്പോൾ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് അത്രത്തോളം സിവിയറായിരിക്കും. കാരണം അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ അത്രയും ഒരു സ്റ്റാർ ആക്കി നിർത്തിയിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ നമ്മളൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് കരിവേപ്പില പോലെ കളയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തികൾക്ക്, അതായത് ഇവിടെ സഫർ ചെയ്യുന്ന വ്യക്തി ആരാണോ അവർക്ക് സ്വയം തോന്നും, ഞാനൊന്നിനും വെറുത്തല്ലേ, ഞാൻ കൊള്ളില്ലാത്ത ആളാണോ, അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ലേ എന്നുള്ളത് ഇവർ പറയുന്നത് കേട്ട് അവർക്ക് പോലും അവരുടേതായ ഒരു എന്താ പറയുക സെൽഫ് വാല്യൂ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസും അതുപോലെ തന്നെ ഫൂൾ കാർഡും വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ നിങ്ങളിത് മര്യാദക്ക് കൊണ്ടുപോകാൻ നിങ്ങളാണ് ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനകത്ത് ഒരു ടീം സ്പിരിറ്റ് ഇല്ല എന്നുള്ള രീതിയിലായിരിക്കണം അവർ സംസാരിച്ചിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ നിങ്ങളാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരി അല്ലെങ്കിൽ സുന്ദരൻ, ഇതിനപ്പുറം വേറെ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ പതിയെ മറ്റൊരാളിലേക്ക് അവരെ വേറെ, അതായത് തേർഡായിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ മറ്റൊരാളെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ചിലപ്പോൾ അവർ എന്താ പറയുക മുഖസ്തുതിയൊക്കെ കൊടുത്ത് അവരെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പുകഴ്ത്തി പറയുന്നതും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവണം. അതേപോലെ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഫൂൾ കാർഡാണ്. അതായത് ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാവണം, കാരണം ഇതിനകത്ത് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ സ്പെൻഡ് ചെയ്ത ടൈം വെറുതെ ആയിപ്പോയി, ഇത് വേസ്റ്റായി, ഇത് വേണ്ടിയില്ലായിരുന്നു, ഇതെടുത്ത് തലയിൽ വെക്കേണ്ടിയില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുള്ളൊരു എനർജിയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പോകാൻ നേരത്ത് നിങ്ങൾക്ക് യാതൊരു വാല്യൂയും തന്നിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ വെറും എന്താ പറയുക ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായിട്ട് കണ്ടിട്ടാണ് അവരിവിടെ നിന്ന് പോയിട്ടുള്ളത്. അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അതായത് അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് അവരിവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ആ ഒരു നിങ്ങൾ നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഒക്കെ ആവുന്നതിന് മുൻപുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലുണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ഈ രീതിയിലാണ്. ഇനി നമുക്കിപ്പോൾ ഈ ഒരു നോ കോൺടാക്റ്റിനോ അല്ലെങ്കിൽ ബ്രേക്കപ്പിനോ ഒക്കെ ശേഷം ഇപ്പോൾ അവർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ച് തോന്നുന്നത്, എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് കാർഡ്സിൽ, അതായത് അവർക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കാർഡ്സിലും കൂടുതലായിട്ടും കപ്സിൻ്റെ എനർജിയാണ്. കപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇമോഷൻസിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു ഫെമിനിൻ എനർജിയാണ്. അതുകൊണ്ട് സ്ത്രീകളുടേത് മാത്രം എന്നല്ല, അപ്പോൾ ഈ വ്യക്തി അത്രയും ഒരു ഒരു ഫെമിനിൻ എനർജിയിലേക്ക്, അതായത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, മെയിലായാലും ഫീമെയിലായാലും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെറ്റിൽ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 3 ഓഫ് കപ്സ്, ചാരിയറ്റ്, സൺ, എംപറർ ഒക്കെയാണ്. അപ്പോൾ സൺ നിങ്ങളുടെ പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള, അതായത് പ്രസൻറ്റ് നോക്കിക്കഴിഞ്ഞാലും രണ്ടിനകത്തും നമ്മൾ സൺ കാർഡ് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൽ കാണുന്ന ഒരു 3 ഓഫ് കപ്സിൻ്റെ കാർഡ് നമുക്ക് പറഞ്ഞിരുന്നത് ഇവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന, ഓൾറെഡി നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 ഓഫ് കപ്സ് തന്നെയാണ്. അതായത്
പഴയ കാര്യങ്ങൾ ഇവർ ഒരുപാട് ഓർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മനസ്സ് നിറയെ. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച ആ ഒരു സമയങ്ങൾ അല്ലെങ്കിൽ വല്ല സെലിബ്രേഷൻസ് എല്ലാം അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഇതും ഒരു ചോയ്സിൻ്റെ കാർഡ് തന്നെയാണ്. അപ്പോൾ അവർ എടുത്ത നിങ്ങളുള്ള സമയത്ത് അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിപ്പോയി മറ്റൊരു ചോയ്സിലേക്ക്. അത് ശരിയായിട്ടില്ല, ആ ചോയ്സ് തെറ്റായിരുന്നു എന്നുള്ളത് അവരിപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. ഞാനെടുത്ത വഴി ശരിയല്ലായിരുന്നു, അവർ നിങ്ങളോട് കാണിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള എല്ലാ കാര്യങ്ങളും അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് സൺ കാർഡാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ പാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും അതിനകത്തും സൺ കാർഡ് തന്നെയായിരുന്നു. അതായത് അവർ വീണ്ടും അത് റിയലൈസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ളതിനോടൊപ്പം അവർ റിയലൈസ് ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു വെളിച്ചം അത് നിങ്ങളായിരുന്നു, അത് ഞാൻ നഷ്ടപ്പെടുത്തിയതാണല്ലോ എന്നുള്ളത് അവർ ഓർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർത്തവർക്ക് റിഗ്രറ്റുമുണ്ട്. അതുപോലെ പിന്നെ വരുന്നത് എംപററിൻ്റെ കാർഡാണ്. അതായത് അവരിപ്പോൾ ഉള്ളത് ഏത് സിറ്റുവേഷനിലാണോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ ആരുടെ ഒപ്പമാണോ അവിടെ അവർക്ക് അവരുടെ ഈ ഇമോഷൻസ് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. അവിടെ അവർ ഒരു എംപററിൻ്റെ എനർജിയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫാമിലി മാൻ ആവും. അതായത് വിവാഹം കഴിച്ചിട്ടുള്ള ഫാമിലിയുള്ള കുട്ടികളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ. ചിലപ്പോൾ ഈ റീഡിംഗ് കേൾക്കുന്ന നിങ്ങളെന്ന് പറയുന്നത് ഇവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെക്കൻഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് ഉള്ള ഒരു സ്പ്രെഡാണ് രണ്ടാമത് നമ്മളെടുത്തത്. അതായത് പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത്, ചെയ്തത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ചോയ്സ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്താലാണ് ഇതൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ രണ്ടാമത്തെ സ്പ്രെഡിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ അവർ എത്രമാത്രം ഫ്രീ ആണോ അല്ലെങ്കിൽ അവർ എത്രയും ലൈഫ് ആസ്വദിച്ചിരുന്നോ അതല്ല അവരുടെ ഇപ്പോഴത്തെ ഉള്ള ഒരവസ്ഥ എന്നുള്ളതാണ്. അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു പ്രസൻറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് ആയാലും അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ പല ആഗ്രഹങ്ങളും ഒക്കെ അവർക്ക് ഉള്ളിലൊതുക്കി വെച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യും എന്നുള്ളത് അവർ ആലോചിക്കുന്നുണ്ട്. അതുതന്നെയാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 2 of Wands കാർഡാണ്. അവർക്ക് വേറെ പല റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ മുഴുവൻ ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ ഒരു മിസ്സിങ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് മെമ്മറീസൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇത് ഇനി റീകൺസീൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു ആലോചന. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കോഡ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് പേജ് ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്, പേജ് ഓഫ് വാൻഡ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ഒരുപാട് കോഡ് കാർഡ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോഡ് കാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലുമായിട്ടും നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ഓരോരോ വ്യക്തികളെയാണ് നമ്മൾ സാധാരണ പറയാറ്. പക്ഷേ ഇവിടെ ഇത്രയും ഒരു കോഡ് കാർഡ്സിൻ്റെ എനർജി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് ഈ വ്യക്തിയുടെ ഒരു തോന്നലുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയത്തുള്ള സിറ്റുവേഷൻസൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ മനസ്സിലിപ്പോൾ ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതവർക്ക് ആരെയും ഫേസ് ചെയ്തവർക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. പുറമേ അവർക്ക് ഒരു എംപററുടെ എനർജിയിൽ നടക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇനി ഈ വ്യക്തിനെ നിങ്ങൾ കാണുന്നുണ്ടെന്നെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇവർ ഭയങ്കര ഹാർഡായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നതെന്ന്. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവർക്കിപ്പോൾ ഈ ഒരു മുഖം മൂടിയിട്ട് നടക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതാണ് അവരുടെ സിറ്റുവേഷൻ. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, ഇമോഷൻസൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ വെക്കാനേ അവർക്ക് നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളതും ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് സ്നേഹമാണ്. നമ്മൾ ഈ സെക്കൻഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമോഷൻസ്, നിറയെ സ്നേഹം അവർക്കിപ്പോൾ നിങ്ങളോട് മനസ്സിൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ പേജ് ഓഫ് വാൻഡ്സ് എല്ലാം ഒരു പുതിയ തുടക്കം, ഒരു സ്റ്റാർട്ടിങ് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന 9 of കപ്സിൻ്റെ എനർജിയാണ്. അതായത് അവർ ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ അവരുടെ ആവശ്യമില്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതായത് ഇവിടെ 9 of കപ്സിൽ
ആ 9 കപ്സിലും ആ വ്യക്തി ഹാപ്പി ആയിട്ട് അവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അതായത് അവർക്ക് വേറെ ആരും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, ഇപ്പോൾ പാസ്റ്റിലെടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നവർക്കൊരു തോന്നലുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഇവരാണ്, ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഒരു കോൺഫിഡൻസ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരുപാട് വ്യൂവേഴ്സ് സത്യം പറഞ്ഞാൽ ഉള്ളുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും അവർ ഒരു പരിധി വരെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വ്യക്തികളില്ലാതെ ജീവിക്കണമെന്നും ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളിൽ വിചാരിക്കുന്ന വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കരച്ചിലുണ്ടെങ്കിലും അത് പുറമേ ആരും കാണുന്നില്ല, അതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പുറമേ നിന്നൊരു വ്യക്തിക്ക് നിങ്ങൾ രണ്ടുപേരെ അറിയുന്ന ഒരാൾക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറിനാണെങ്കിലും നിങ്ങളെ പുറമേ നിന്ന് നോക്കിയാൽ തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോയി, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയി, നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് ബിസിയായി എന്നുള്ളതേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവർക്ക് നിങ്ങളോട് തോന്നുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി അവരുടെ ആവശ്യമില്ല, നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നു, ഇവരില്ലാതെ ജീവിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാണിപ്പോൾ. നിങ്ങൾക്ക് മുന്നോട്ട് പോയി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഇവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ 9 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. സിംഗിൾ ആണെങ്കിലും ഹാപ്പി ആയിട്ട് നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതും കൊണ്ട് ഇവരുടെ പ്രതീക്ഷകൾ നശിച്ചു പോയല്ലോ. ഇനി എന്ത് പറഞ്ഞ് വരും എന്നുള്ളതും അവർക്ക് കൺഫ്യൂസ്ഡാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒത്തിരി സ്നേഹമുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ച പാഠം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് അത്രയും ഇവരാഗ്രഹിക്കുന്ന പോലെ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവർക്കിപ്പോൾ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൻസിൻ്റെ കാർഡാണ്. അതായത് ഇവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഓടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പാഷനേറ്റായിട്ട് ഓടി വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നതും 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവർക്ക് എപ്പോഴും പാസ്റ്റിനെ കുറിച്ചാണ് ചിന്ത, നൊസ്റ്റാൾജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു എനർജിയായിട്ട് നിങ്ങൾ റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു പാസ്റ്റും ഇപ്പോഴുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു റിസംബ്ലൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് പറയുക. അതേപോലെ തന്നെ അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളുടെ അത്രയും സ്നേഹമുണ്ട്, അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക, അഫേം ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പം നമ്മുടെ റീഡിംഗ് ഒരുപാട് പേർക്ക് നല്ല ആശ്വാസം, പോസിറ്റീവ് വൈബ്സും ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.